പരാശര മഹർഷി വിശദീകരിക്കാൻ തുടങ്ങി. 3 കാലങ്ങളിലും നാശമില്ലാത്തവനാണ് വിഷ്ണു. ആ ശക്തിക്ക് ഭാവഭേദങ്ങളില്ല, കളങ്കവുമില്ല. ഈ സർവവിജയി എക്കാലത്തും ഏകരൂപത്തിൽ നിലനിന്നു പോരുന്നു. വിഷ്ണു തന്നെ ശ്രീഹരി. ഈ സർവശക്തൻ ഹിരണ്യഗർഭനെന്നും ശങ്കരൻ എന്നുമുള്ള പേരുകളിൽ പ്രസിദ്ധനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരകർമ്മങ്ങൾ നടത്തിപ്പോരുന്ന ആ വാസുദേവന് നമസ്കാരം. അവിടുന്ന് ഏകവും അനേകവും രൂപങ്ങൾ ധരിക്കുന്നവനാണ്. അവ്യക്തനും സൂക്ഷ്മ സ്ഥൂലമയ കാര്യങ്ങൾക്ക് കാരണഭൂതനും മോക്ഷദായകനുമായ വിഷ്ണുദേവന് വന്ദനം. ലോകത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണക്കാരനായി ജഗത്തു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിന് പ്രണാമം. പ്രപഞ്ചത്തിനാധാരമായി സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ രൂപം കൈക്കൊണ്ട് സകല ജീവജന്തുക്കളിലും നിലയുറപ്പിച്ച് പുരുഷോത്തമനായും ജ്ഞാനസ്വരൂപനായും അത്യന്തം ശോഭയുള്ളവനായും അവിടുന്ന് വിരാജിക്കുന്നു. തെറ്റിദ്ധാരണ മൂലം സ്ഥൂല രൂപത്തിൽ കാണാനാകുന്ന ജനനമില്ലാത്ത കാലസ്വരൂപനും അക്ഷര ജഗദീശ്വരനുമായ വിഷ്ണുവിനെ നമസ്കരിച്ച് ഞാൻ ആ കഥ മുഴുവൻ വിസ്തരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മൈത്രേയനോട് പരാശര മഹർഷി പറഞ്ഞു. ഒരിക്കൽ കമലോദ്ഭവനായ ബ്രഹ്മദേവനോട് ദക്ഷൻ തുടങ്ങിയ മഹാത്മാക്കൾ ഈ കഥ കേൾക്കണമെന്നാവശ്യപ്പെട്ടു. പിതാമഹൻ അവരുടെ ജിജ്ഞാസയടക്കാൻ ഈ ചരിതം വെളിപ്പെടുത്തി. കേട്ട കഥ പ്രജാപതിമാരായ മുനികൾ അതേപടി നർമ്മദാ തീരത്ത് വെച്ച് പുരുകുത്സ മഹാരാജാവിന് പകർന്നുകൊടുത്തു. മഹാരാജാവിൽ നിന്ന് സാരസ്വത മഹർഷിയും സാരസ്വത മഹർഷിയിൽ നിന്ന് ഞാനും കേട്ട് മനസ്സിലാക്കി. അത് എല്ലാറ്റിനും അതീതനായി ആത്മാവിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവിൻ്റെ കഥയാണ്. ആ പരമാത്മാവ് ആകൃതിയും നിറവുമില്ലാത്തവനാണ്, ഏതു വിവരണത്തിലും ഒതുങ്ങുകയുമില്ല. അതുതന്നെ ഈ ലോകത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ലോകം മുഴുവനും വസിക്കുന്നതും അതിൽ തന്നെ. ഇങ്ങനെ വ്യാപിക്കുകയും വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അതിനെ വാസുദേവൻ എന്നാണ് വിശേഷിപ്പിച്ചു വരുന്നത്. ആ ബ്രഹ്മം ജനനമില്ലാത്തതും സനാതനവും ക്ഷയിക്കാത്തതും വേദനിപ്പിക്കാത്തതും സദാ ഒരേ രൂപത്തിലുള്ളതുമത്രേ. ഒപ്പം തന്നെ അതിൻ്റെ ഗുണങ്ങളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുന്നതും നിർമ്മലവും അവിടെ തന്നെ സാക്ഷാത്കരണവും അവ്യക്തതയും പുരുഷനും കാലവും 4 രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. വത്സ, പരബ്രഹ്മത്തിൻ്റെ ഒന്നാമത്തെ രൂപം പുരുഷനും 2ഉം 3ഉം രൂപങ്ങൾ വ്യക്തതയും മായയും 4ാമത്തേത് കാലവുമാകുന്നു. ഇതിൽ പ്രധാനം പുരുഷരൂപം തന്നെ. ഈ 4 എണ്ണത്തിൽ ശുദ്ധവും പരമശ്രേഷ്ഠവുമായ ഘടകത്തെ ജ്ഞാനികൾ അനുഭവിച്ചറിയുന്നു. അതുതന്നെ വിഷ്ണുപദം അല്ലെങ്കിൽ ഓങ്കാര രൂപം. പ്രധാനപ്പെട്ട ഈ ആദിരൂപം തന്നെ സമസ്ത സൃഷ്ടികൾക്കും പ്രളയത്തിൻ്റെ ഉത്ഭവത്തിനും പ്രത്യക്ഷപ്പെടലിനും കാരണം. വിഷ്ണു ഭഗവാൻ പുരുഷൻ തുടങ്ങിയ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ. അവയെല്ലാം അദ്ദേഹത്തിൻ്റെ കളിവിളയാട്ടങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഋഷിമാർ അവ്യക്തമായ കാരകപ്രധാന രൂപത്തെയാണ് പരബ്രഹ്മമെന്നും ഈശ്വരനെന്നും വിളിക്കുന്നത്. അതുതന്നെ അനശ്വരവും അനന്തവും ജീർണിക്കാത്തതും നിശ്ചലവും ശബ്ദസ്പർശവിഹീനവും ആകൃതിയില്ലാത്തതുമായ അപാര ചൈതന്യം. ആ ത്രിഗുണമായ വസ്തു തന്നെ പ്രപഞ്ചത്തിൻ്റെ കാരണം. ഇത് അനാദിയുമാണ്. സൃഷ്ടിക്ക് മുൻപും പ്രളയത്തിന് ശേഷവും ഈ വസ്തുസ്ഥിതി തന്നെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. വിദ്വാനായ മൈത്രേയ, വേദങ്ങൾ അറിയുന്ന ബ്രഹ്മജ്ഞാനിയായ വ്യക്തി ഈ പരമാത്മാവിനെ തന്നെ ശ്ലോകരൂപേണ വർണ്ണിക്കുന്നതും കൂടി കേൾക്കുക. പ്രളയകാലത്ത് പകലും രാത്രിയും ആകാശവും ഭൂമിയും ഇരുട്ടും വെളിച്ചവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈശ്വരനെ ബ്രഹ്മവും പുരുഷനും മാത്രമായി തന്നെ കരുതിയിരുന്നു. പരമാത്മാവും പുരുഷനുമെന്ന സങ്കല്പങ്ങൾ വിശേഷണങ്ങളൊന്നുമില്ലാതിരുന്ന വിഷ്ണുവിൽ നിന്ന് വേർതിരിഞ്ഞവയാണ്. ഇവ രണ്ടും സൃഷ്ടിയുടെ ആരംഭ സമയത്ത് വേർതിരിഞ്ഞകന്ന് പ്രളയകാലവേളയിൽ അവ്യക്ത രൂപം കൈക്കൊണ്ട് ജലത്തിൽ ലയിക്കുന്നു. പ്രളയകാലത്തും വിശ്വം മുഴുവനും ഉൽപ്പത്തി സ്ഥാനത്തിനുള്ളിൽ ഒതുങ്ങിക്കിടക്കും. തന്മൂലം അതിനെ സ്വാഭാവിക പ്രളയമെന്ന് വിശേഷിപ്പിക്കുന്നു. കാലരൂപനായ ഭഗവാൻ ആദിയില്ലാത്തവനാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലും പെട്ട അവസാനവുമില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്കും അവസാനമുണ്ടാവുന്നില്ല. അവ സാധാരണഗതിയിൽ മുടങ്ങാതെ നടന്നുകൊണ്ടേയിരിക്കും. മൈത്രേയ, പ്രളയകാലത്ത് സത്വരജസ്തമോ ഗുണങ്ങൾ നിഷ്ക്രിയമായി തീരും. അവയുടെ സ്വഭാവം
സമാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല മൂലപ്രകൃതിയിൽ നിന്ന് വേർപെട്ട് നിൽക്കാനും തുടങ്ങുന്നു. എന്നാൽ അപ്പോഴും വിഷ്ണുവിൻ്റെ ആകാല സ്വരൂപം മുന്നേ പോലെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടാവും. വീണ്ടും സൃഷ്ടികാലം ആരംഭിക്കുമ്പോൾ പരമാത്മാവും സർവ്വപ്രാണികളുടെയും ഈശ്വരനും സർവരുടെയും ആത്മാവുമായ പരബ്രഹ്മം തൻ്റെ ഇച്ഛക്കൊത്ത് സ്വയം രൂപം കൊണ്ട വിഷ്ണുവിൽ പ്രവേശിക്കുന്നു. തന്നെത്താൻ ക്ഷോഭിച്ച് സൃഷ്ടികർമ്മത്തിന് വേണ്ടി ആ വിഷ്ണുവിനെ പ്രേരിപ്പിക്കുന്നു. ഈ സൃഷ്ടികാര്യത്തിൽ പരബ്രഹ്മത്തിൻ്റെ വകയെന്ന നിലയ്ക്ക് യാതൊരുവിധ പ്രവർത്തനവുമില്ല. സുഗന്ധത്തിൻ്റെ സാന്നിധ്യം മനസ്സിലൊരുതരം അസ്ഥിരത ജനിപ്പിക്കാറുണ്ടല്ലോ. പരബ്രഹ്മത്തിൻ്റെ മേൽപ്പറഞ്ഞ ക്ഷോഭം അല്ലെങ്കിൽ ജനകാവസ്ഥയും അതുപോലെ തന്നെ. ഈ പരബ്രഹ്മം സങ്കോചവും വികാസവും വഴി ക്ഷോഭിക്കുന്നവനും ക്ഷോഭിപ്പിക്കുന്നവനുമാണെന്നറിയുക. ആകാശം മുതലായ പഞ്ചഭൂതങ്ങളിലും ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരിലും അറിയപ്പെടുന്ന മറ്റു മുഴുവൻ സൃഷ്ടികളുടെ രൂപത്തിലും ഈ വിഷ്ണു തന്നെയാണ് കുടികൊള്ളുന്നത്. സൃഷ്ടികാലം വന്നപ്പോൾ പരമാത്മാവ് വഴി പ്രവേശിച്ച ക്ഷോഭത്തിൽ നിന്ന് ഒരു ഗുണവിഭവം, അതായത് മഹാതത്വം ജന്മമെടുത്തു. അതിനെ ജീവാത്മാവെന്ന് വിശേഷിപ്പിക്കാം. ഇതിൽ 3 തരം ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. അവയുടെ പേര് സാത്വികം, രാജസം, താമസം. വിത്തുകൾ പുറന്തോടുകൊണ്ട് പൊതിഞ്ഞു കിടക്കുന്നത് നാം കാണാറുണ്ട്. അതേമാതിരി അഹങ്കാരത്തിന് കാരണമായ ഈ ഗുണങ്ങളും പ്രധാന തത്വത്തോട് ചേർന്ന് സർവത്ര വ്യാപിച്ചു കിടക്കുന്നു. ജീവാത്മാവിൽ നിന്ന് വൈകാരികം അല്ലെങ്കിൽ സാത്വികം, തേജസ്സിൽ നിന്ന് രാജസം, പഞ്ചഭൂതങ്ങളിൽ നിന്ന് താമസം എന്നിങ്ങനെ 3 അഹങ്കാരങ്ങൾ പിറന്ന് ഇവ ത്രിഗുണാത്മകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദേവീദേവന്മാർ, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ തുടങ്ങിയവയുടെ ഉത്ഭവത്തിനും ഇവ കാരണമായി തീരുന്നു. ജീവാത്മാവിനെ പ്രധാന തത്വം ആവരണം ചെയ്യുന്നത് പോലെ ജീവാത്മാവും ഈ അഹങ്കാരങ്ങളെയും പൊതിയുന്നുണ്ട്. താമസ അഹങ്കാരം ക്ഷോഭിച്ച് ദേഹാകൃതി കൈക്കൊള്ളാൻ മുതിർന്ന് അത് തന്മാത്രയും ശബ്ദമാത്രയും കൊണ്ട് ശബ്ദ സ്വഭാവം കാണിക്കുന്ന ആകാശത്തിന് രൂപം നൽകി. പിന്നെ ആകാശ സൃഷ്ടിയെയും തന്മാത്രകളെയും ആവരണം ചെയ്തു. ഈ ആകാശം ക്ഷോഭിച്ച് സ്പർശ തന്മാത്രയുടെയും സൃഷ്ടി നടത്തി. ഈ തന്മാത്രകളിൽ നിന്ന് സ്പർശ ഗുണത്തിൻ്റെയും അതിശക്തനായ വായുവിൻ്റെയും ജനനം നടന്നു. അതിനുശേഷം വായു ക്ഷോഭിച്ചപ്പോൾ ദൃശ്യവസ്തുവും പ്രകാശവും ഉണ്ടായി. പ്രകാശത്തിൽ നിന്ന് രസവും, രസത്തിൽ നിന്ന് അതിവിശിഷ്ടമായ ജലവും ഉണ്ടായി. ജലം ക്ഷോഭിച്ചതുമൂലം ഗന്ധം ജനിച്ചു പരന്നു. ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉടലെടുത്തു. ഭൂമിയുടെ പ്രധാന ഗുണം ഗന്ധമാണെന്ന് അറിയുക. താമസ അഹങ്കാരം ആകാശ സൃഷ്ടിയെയും തന്മാത്രകളെയും ആവരണം ചെയ്ത് നിന്നതുപോലെ തന്നെ ആകാശം വായുവിനെയും വായു പ്രകാശത്തെയും പ്രകാശം ജലത്തെയും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ആകാശം തുടങ്ങിയ ഈ പഞ്ചഭൂതങ്ങളിൽ മുഴുവൻ ശബ്ദം മുതലായവയുടെ മാത്രകളാണ്. അതുകൊണ്ട് ഇവയെ തന്മാത്രകളെന്നും വിശേഷിപ്പിക്കാം. ഇവയ്ക്ക് ശാന്തമെന്ന, ഉഗ്രമെന്നോ അലസമെന്നോ വിശേഷണങ്ങൾ ചേർത്തുകൂടാ. സകല മാത്രകളെയും അവിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ താമസ അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തി. 10 ഇന്ദ്രിയങ്ങൾ തൈജസം അല്ലെങ്കിൽ രാക്ഷസം എന്ന അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണ്. മറ്റ് ഇന്ദ്രിയങ്ങളുടെ വംശം സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായവയാണെന്ന് പറയപ്പെടുന്നു. ഇതിനെ വൈകാരിക അഹങ്കാരം എന്നും വിശേഷിപ്പിക്കാം. 11ാമത്തെ ഇന്ദ്രിയം മനസ്സാണ്. അതിൻ്റെ ദേവന്മാർ ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയവരും. വത്സ, മറ്റ് 10 ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും 2ആയി തിരിക്കാം. ജ്ഞാനേന്ദ്രിയങ്ങൾ ത്വക്ക്, കണ്ണുകൾ, നാക്ക്, മൂക്ക്, ചെവി ഇവ ശബ്ദം മുതലായവ ഗ്രഹിക്കാൻ ശക്തി ഉണ്ടാക്കി തരുന്നു. ബുദ്ധി വികസിപ്പിക്കാൻ വഴിയൊരുക്കുന്നു. ഗുദം, ഉപസ്ഥം, കൈകാലുകൾ, ജിഹ്വ കർമ്മേന്ദ്രിയങ്ങളാണിവ. ഇവ മലമൂത്ര വിസർജനം, നിർമ്മാണം, ഗതി, പ്രവർത്തനം, സംസാരിക്കൽ എന്നീ കർമ്മങ്ങളാണ് നടത്തുന്നത്. പ്രിയ ശിഷ്യ, പഞ്ചഭൂതങ്ങൾ ഓരോന്നും ഒന്നിനേക്കാൾ കൂടുതൽ എണ്ണം ശബ്ദാദി ഗുണങ്ങൾ ചേർന്നവയാണ്. ഈ പഞ്ചവസ്തുക്കളിൽ വ്യത്യസ്ത ശക്തികളുമുണ്ട്. ഈ കാരണങ്ങളാൽ ഒന്നിച്ചു ചേരാതെ അവയ്ക്ക് ലോകം സൃഷ്ടിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടെ പുരുഷനിൽ അവ ഒന്നിച്ചു ചേർന്നു. പ്രകൃതിയുടെ അനുഗ്രഹം സമ്പാദിച്ച് ബ്രഹ്മാണ്ടത്തിന്റെ ഉൽപ്പത്തി നടത്തി. ഒരു കൊച്ചു നീർക്കുമിള പോലെ ഗോളാകൃതിയിലാണ് ഈ ബ്രഹ്മാണ്ടം ജനിച്ചത്. പഞ്ചഭൂത ഘടകങ്ങളുടെ സഹായത്തോടെ ഈ അണ്ഡം ക്രമേണ വളർന്നു. അവ്യക്തനായ ഈശ്വരൻ ശ്രീഹരി പ്രത്യക്ഷ രൂപമെടുത്ത് ഈ അണ്ഡത്തിൽ വസിക്കുന്നു. മഹാബുദ്ധിമാനായ മൈത്രേയ, ഇനി നിനക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ അണ്ഡത്തിൽ നിന്ന് പർവ്വതങ്ങളും ദ്വീപുകളും സാഗരങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും തൊട്ട് സകല ജീവജന്തുക്കളും പിറന്നു. ഈ അണ്ഡത്തെ ജലം, അഗ്നി, ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ എന്ന താമസ അഹങ്കാരം ആവരണം ചെയ്തിരിക്കുന്നു.
അതും മുൻപുണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടി കനത്തിൽ. പഞ്ചഭൂത വസ്തുക്കൾ പൊതിഞ്ഞ ഈ പിണ്ഡത്തെ അവയോടെല്ലാം ഒന്നിച്ച് അവ്യക്ത ജീവാത്മാവിനെ കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു. നാളികേരത്തിനകത്തെ കഴമ്പ് ചിരട്ട കൊണ്ടും ചകിരിത്തൊണ്ടുകൊണ്ടും മൂടിയിരിക്കുന്നത് കാണാറുണ്ടല്ലോ. ശരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ 7 പ്രാവശ്യം പ്രകൃതിയുടെ ആവരണങ്ങളാൽ ബ്രഹ്മാണ്ടം പൊതിയപ്പെട്ടിട്ടുണ്ട്. ഇത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ വിശ്വേശ്വരനായ ഭഗവാൻ രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായി തീർന്നതിന് ശേഷം സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടു. ശ്രീഹരി സ്വത്വഗുണം കൊണ്ട് കൽപ്പാന്തകാലം വരെ സൃഷ്ടികളെ സംരക്ഷിച്ചു പോരുന്നു. ഈ സംരക്ഷണത്തിൽ അതുല്യമായ ഉത്സാഹവും കാണിക്കും. അനവധി യുഗങ്ങൾ കടന്നു പോകുമ്പോൾ കൽപ്പകാലം അവസാനിക്കുന്നു. അപ്പോൾ ഭഗവാൻ തമോ ഗുണം സ്വീകരിച്ച് സകല വസ്തുക്കളെയും ഭയങ്കര രൂപത്തിൽ ഭക്ഷണമാക്കി തീർക്കുന്നു. സമസ്ത വസ്തുക്കളും പ്രാണികളും അവിടുത്തെ ഉദരത്തിലായി കഴിയുമ്പോൾ ഭഗവാൻ ശേഷശയ്യയിൽ കയറിക്കിടക്കും. സർവേശ്വരനായ ജനാർദ്ദനൻ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളിൽ വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനുമെന്നുള്ള പേരുകൾ സ്വീകരിക്കുന്നത്. ഭഗവാൻ ബ്രഹ്മാവായി തീർന്നതിന് ശേഷം കാലം വരുമ്പോൾ സ്വയം രുദ്രനായി മാറി തന്നെ സംഹരിക്കുന്നുണ്ട്. ഭൂമി, ജലം, തേജസ്, വായു, ആകാശം തുടങ്ങിയവയും സകല ഇന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ആ ഭഗവാന്റെ തന്നെ എല്ലായിടത്തും വ്യാപിച്ച രൂപമാണെന്നറിയണം. സൃഷ്ടികർമ്മം മുഴുവനും അദ്ദേഹത്തിനു വേണ്ടി തന്നെ. എല്ലാം അവിടുന്ന് സൃഷ്ടിക്കുന്നു. അദ്ദേഹം തന്നെ സൃഷ്ടാവ്. അവിടുന്ന് തന്നെ സംരക്ഷിക്കുന്നു. അവിടുന്ന് തന്നെ സംഹരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബ്രഹ്മാവ് തുടങ്ങിയ അവസ്ഥകളിൽ എല്ലാ രൂപങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുമുണ്ട്. അതിനാൽ ഭഗവാൻ വിഷ്ണു തന്നെ ഗുരുവും വരദായകനും സർവശ്രേഷ്ഠനും. ഓം നമോ ഭഗവതേ വാസുദേവായ.